ഹായ് ഗൈസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു തർക്ക വിഷയമായി മാറുന്നത് അല്ലെങ്കിൽ ചർച്ച വിഷയമായി മാറുന്ന ഒരു നിയമമാണ് 1991 പാസ്സായ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം തന്നെ എടുത്തു നോക്കിയാൽ മതി. ഉത്തർപ്രദേശിൽ സംബൾ എന്ന് പറയുന്ന ആ ഒരു മസ്ജിദ് ഹിന്ദു ക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും സുപ്രീം കോടതി അവിടെ ആർക്കിയോളജിക്കൽ സർവേ എടുക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം തന്നെ പോലീസിനെതിരെയും അതുപോലെ തന്നെ സർവേ എടുക്കാൻ വരുന്ന ആൾക്കാർക്കെതിരെയും കല്ലേറെല്ലാം ഉണ്ടായതിനു ശേഷം പോലീസും തിരിച്ച് അവർക്കെതിരെ ആദ്യം ലാത്തി ചാർജ് നടത്തി പിന്നെ ഫയറിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 1 തൊട്ട് 3 ആൾക്കാർ മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ പലതും പറയുന്നു. അപ്പോൾ ഒരിക്കലും ഇന്ത്യയിൽ ഇതൊന്നും നടന്നുകൂടാത്ത സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വരുമ്പോഴും ഈ ഒരു ചർച്ച ആണ് വരുന്നത്. ഇപ്പോൾ രാമജന്മഭൂമി ആയിക്കോട്ടെ, അതുപോലെ തന്നെ കാശി, മധുര, ഗ്യാൻവാബി മസ്ജിദ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോഴും ഈ ഒരു നിയമമാണ് എല്ലാവരും മുന്നിലോട്ട് വെക്കുന്നത്. പലരും പറയുന്നത് ഇത് നിയമവിരുദ്ധമായ ഒരു നിയമം തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പിൻവലിക്കണം എന്ന് വരെ പറയുന്നു. അപ്പോൾ ഈ നിയമത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം കോൺട്രവേഴ്സീസ് ഉള്ളത്? അതുപോലെ തന്നെ ഈ നിയമം യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ട് പോലും പിന്നെ എങ്ങനെയാണ് 2019 രാമജന്മഭൂമിന് അനുകൂലമായ ഒരു തീരുമാനം വന്നത്? അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇങ്ങനെ വല്ല തീരുമാനം വരാൻ സാധ്യതകളുണ്ടോ ഉള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്ന. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ഈ നിയമം 1991 അന്നത്തെ പ്രൈം മിനിസ്റ്ററായ നരസിംഹറാവുവിൻ്റെ ഹെഡിലാണ് ഈ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത്. അപ്പോൾ ഈ നിയമം പാസ്സാക്കുമ്പോൾ കുറേ സെക്ഷൻസ് വെച്ചിട്ടാണ് പാസ്സാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്ലേസ് ഓഫ് വർഷിപ്പ്, പുണ്യസ്ഥലങ്ങൾ, അത് മസ്ജിദ് ആവാം, ക്ഷേത്രങ്ങളാവാം, പള്ളിയാവാം, അങ്ങനെ എന്തുമായിക്കോട്ടെ, അതൊന്നും തന്നെ കൺവേർട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ഒരു മസ്ജിദാണ്, അതൊരു ക്ഷേത്രമായി കൺവേർട്ട് ചെയ്യാൻ പാടില്ല. ക്ഷേത്രമാണ് മസ്ജിദായി കൺവേർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അതൊരു ഗുരുദ്വാര ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളായിക്കോട്ടെ, ഒന്നിനും കൺവേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് സെക്ഷൻ 2 കൃത്യമായിട്ടും വ്യക്തമായി തെളിയിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 2 മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രം തന്നെ ആയിക്കോട്ടെ, അത് ഇൻ്റർചേഞ്ച് ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്, അത് ഒരു കൃഷ്ണൻ്റെ ക്ഷേത്രമോ അല്ലെങ്കിൽ മുരുകൻ്റെ ക്ഷേത്രമോ ആയിട്ട് അങ്ങനെ ചേഞ്ചസും വരുത്താൻ പാടില്ല എന്ന് സെക്ഷൻ 2 തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്ഷൻ 2 മറ്റ് 2 കാര്യങ്ങളും ഹൈലൈറ്റ് ആയി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം മസ്ജിദോ അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രം മാത്രമല്ല ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മസ്ജിദ്, ക്ഷേത്രം, ഗുരുദ്വാർ, ക്രിസ്ത്യൻ പള്ളികൾ, അതുപോലെ തന്നെ സിഖുകാരുടെ, ജൈനുകാരുടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് കൂടാതെ മറ്റ് പബ്ലിക് റിലീജിയൻ സൈറ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ട്രൈബൽസിനെല്ലാം തന്നെ ചെറിയ എന്താവല്ലോ, അതൊന്നും തന്നെ റെക്കഗ്നൈസ്ഡ് ആയിരിക്കില്ല, പക്ഷെ ആ കാര്യങ്ങളടക്കം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിലും ആരും ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് ഈ സെക്ഷൻ, ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ സെക്ഷൻ 2 കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്ഷൻ 4 നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇതുവരെ എന്ന് പറഞ്ഞു 1947 ഓഗസ്റ്റ് 15 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ അന്ന് വരെ, ഇപ്പോൾ ഓഗസ്റ്റ് 15 1947 ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മസ്ജിദാണ് എന്നുണ്ടെങ്കിൽ അത് മസ്ജിദായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ ക്ഷേത്രമാണെങ്കിൽ അത് ക്ഷേത്രമായി തന്നെ കണ്ടിന്യൂ ചെയ്യും. അവിടെ പോയി മസ്ജിദിനോ അല്ലെങ്കിൽ അവിടെ പോയി ക്ഷേത്രത്തിനോ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 4 സബ്സെക്ഷൻ 2 മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1947 ശേഷം പിന്നീട് കുറേ കേസസ് സുപ്രീം കോടതികളും ഹൈക്കോടതികളും സിവിൽ കോടതികളിലും പെൻഡിങ് കേസസ് ഉണ്ടാവും. ആ കേസസുകളെല്ലാം തന്നെ ഇൻവാലിഡ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി പുതിയതായിട്ട് ഒരു കേസസും കോടതികളിൽ പോയി സമീപിക്കാൻ പാടില്ല, ഏത് പാർട്ടിയും പോയി സമീപിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഈ സെക്ഷൻ 4 തന്നെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി സെക്ഷൻ 5 നമ്മൾ നോക്കുകയാണെങ്കിലാണ് ഇതിൽ കുറേ എക്സെംഷൻസ് കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ 5 ഈ ഒരു നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമം പാസ്സാക്കുന്നുണ്ടെങ്കിലും അത് രാമജന്മഭൂമി അല്ലെങ്കിൽ അയോധ്യ ബാബരി മസ്ജിദ് കേസ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, അത് തനിച്ച് പരിഹരിക്കേണ്ട കാര്യമാണ്. ആ കേസ് മാത്രം ഇതിൽ ഞങ്ങൾ എക്സെംഷൻ തരുന്നു, ബാക്കി എല്ലാ കേസസുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ നിയമം പാസ്സാക്കുന്നത്. ഇനി അതുകൂടാതെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ആക്ട് 1958 പ്രകാരം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ കുറേ സ്ഥലങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവല്ലോ, അതിനെ ക്ലെയിം ചെയ്യാൻ പാടില്ല. അത് ആ നിയമപ്രകാരം തന്നെ മുന്നോട്ട് പോകും.
അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ കൺട്രോൾ ചെയ്യുന്ന ഇത് മുൻപ് മറ്റൊരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞുള്ള ക്ലെയിമും അവിടെ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു എക്സംഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിനു മുമ്പ് എക്സ്ക്ലൂഡ് ചെയ്ത അല്ലെങ്കിൽ ഇതിനു മുമ്പ് സോൾവ് ചെയ്ത കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കോടതിയിൽ പോയിട്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റിൽമെൻറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഇനി അതിനെ വീണ്ടും ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 1991 മുമ്പ് ഒരു മസ്ജിദിൻ്റെ കേസ് പോയി കോടതിയിൽ പോവുകയും അതൊരു ക്ഷേത്രമാണ് കോടതി കൃത്യമായ എവിഡൻസോടുകൂടി അതിന് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വെർഡിക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വെർഡിക്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം 1991 ശേഷം ആ വിധിനെ റീചാലഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഇവിടെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഒരു മസ്ജിദാന്ന് പറയുന്നു, ഇത് അതായത് ഹിന്ദു ക്ഷേത്രമുള്ള ആൾക്കാർ പറയുന്നു ഇതൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന്. അപ്പോൾ ഈ മസ്ജിദ് ആൾക്കാർക്കും ഹിന്ദു ക്ഷേത്രത്തിലുള്ള ആൾക്കാർക്കും കോമൺ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് അതൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലം വിട്ടുകൊടുത്തു എന്നുണ്ടെങ്കിൽ 1991 ശേഷം വീണ്ടും ഈ പാർട്ടികൾ അതായത് ഇതിൽ വിട്ടുകൊടുത്ത ആരാണെങ്കിലും അത് വീണ്ടും ക്ലെയിം ചെയ്യാനുള്ള ഒരു അധികാരവും ഇതിൽ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു എക്സംഷനാണ് സെക്ഷൻ 5 കൃത്യമായി പറയുന്നത്. ഇനി സെക്ഷൻ 6 നമ്മൾ വരികയാണെങ്കിൽ പണിഷ്മെന്റ് ആണ് പറയുന്നത്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ നിയമങ്ങളെല്ലാം ആരെങ്കിലും ലംഘിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതായത് മസ്ജിദുകൾ പൊളിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ പൊളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഇടപെടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മിനിമം 3 വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു ഫൈൻ വരെ ഇമ്പോസ് ചെയ്യാനുള്ള നിയമമാണ് പാസ്സാക്കുന്നത്. അപ്പോൾ ഇതാണ് നിയമം. അപ്പോൾ ഇതിനെയാണ് ഇപ്പോൾ ഹിന്ദു പക്ഷം ഉള്ള ആൾക്കാരെല്ലാം പറയുന്നത്, അതായത് ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത് പിൻവലിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിരിക്കണം എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ക്ലിയറായി ഒരു വ്യക്തമായി പറയുന്നുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോകാം, അതായത് കോർട്ടിൽ അതിനെ ചാലഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പറയുകയാണ്, അപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി പറയുകയാണ് അത് ഇത് തെറ്റാണ് എന്ന് ഇന്ത്യൻ നിയമപ്രകാരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു നിയമപ്രകാരം സുപ്രീം കോടതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികളിൽ പോകാനുള്ള അധികാരം ഈ നിയമം കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് തന്നെ ഇന്ത്യൻ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനെ എതിർത്തുകൊണ്ടാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് ഇവർ ചാലഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ അതായത് ഇതിൽ ആർബിട്രറി ആയിട്ട് 15 ഓഗസ്റ്റ് 1947 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡേറ്റ് ഫിക്സ് ചെയ്തത്? അതായത് ഒന്നെങ്കിൽ വോട്ടെടുപ്പ് നടത്തിയോ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പബ്ലിക് ഒപ്പീനിയൻ നടത്തിയോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നു. എന്ത് പർട്ടിക്കുലർ സ്പെസിഫിക് റീസണാണ് ഈ ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ രണ്ട് ചാലഞ്ച് ചെയ്തിട്ടാണ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ഇനി സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് അത് ഈ നിയമം ഉള്ളത് നല്ലത് തന്നെയാണ്, ഈ നിയമത്തിന് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. പക്ഷേ കാശി മധുര എന്ന് പറയുന്ന ആ രണ്ട് ക്ഷേത്രം ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഈ നിയമം നിങ്ങൾ പാസ്സാക്കിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ കോടതിയിൽ പോന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ കാശി മധുര എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് കേസസ് ആയി എടുത്ത് നടത്തണം, അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.